ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്യാസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പ്ലാസി യുദ്ധം, അതുപോലെ തന്നെ ബക്സാർ യുദ്ധം. അപ്പോൾ ഈ രണ്ട് യുദ്ധങ്ങളോടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം സ്ഥാപിക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഒരു ദ്വിഭരണം, അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഏറ്റവും ടോപ്പിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ജോലി ചെയ്യാന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ ഇതെന്തായി, കൂടുതൽ അഴിമതി ഉള്ള ഭരണമാക്കി, അതായത് കൂടുതൽ ദുർഘടമായ ഭരണമാക്കി മാറ്റി. അപ്പോൾ പിന്നീട് എന്തായി, അപ്പോൾ ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് മനസ്സിലാക്കുകയാണ്, അതായത് ഇത് വളരെ ഒരു മോശം രീതിയാണെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ ഒരു 1772 ഈ ഒരു ദ്വിഭരണം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ കമ്പനി നേരിട്ട് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഭരിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട്, അതുപോലെ തന്നെ പിറ്റിൻ്റെ ഇന്ത്യ ആക്ട്, അതുപോലെ തന്നെ ചാർട്ടർ ആക്ട് 1813 33. അപ്പോൾ ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് ശരിക്കും ഒരു എന്തിനാ വന്നു വെച്ചാൽ, ഒരു ബ്രിട്ടനിൽ എന്തായി ഒരു ഖ്യാതി വ്യാപിക്കണം, അതായത് ഒരു ആരോപണം വ്യാപിക്കണം. അതായത് ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തായി, ഈ ഒരു ഇന്ത്യക്കാരെ വളരെയധികം ചൂഷണം ചെയ്യാണ്, അവിടെ ജനങ്ങളെ അടിച്ചമർത്താണ്, അങ്ങനത്തെ രീതിയിലുള്ള വാർത്തകൾ എന്തായി ഈ ഒരു ബ്രിട്ടനിൽ വ്യാപിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിയന്ത്രിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു തീരുമാനമായിട്ടാണ് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത്. അപ്പോൾ ആദ്യം തീരുമാനം വന്നതിൻ്റെ ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താവണം, ഒരു നിശ്ചിത തുക എന്താവണം ഓരോ മാസത്തിലും ബ്രിട്ടനിൽ ഗവൺമെൻറ്റിൽ കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായില്ല. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് 1773 വന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നിയമം പാസ്സാക്കിയതോടുകൂടി പിന്നെ നിയന്ത്രണം ആരുടെ മേലായി, ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് പിന്നെ ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെറും വ്യാപാരം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. അപ്പോൾ നമ്മൾ ഈ ഒരു നിയമത്തിൻ്റെ സാധുത പരിശോധിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു തികഞ്ഞ പരാജയമായിരുന്നു. ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് ശരിക്കും തികഞ്ഞൊരു പരാജയമായിട്ട് മാറി. പിന്നെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അക്രമങ്ങൾ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, കുറേ അഴിമതികൾ, അനീതികൾ വീണ്ടും ഇങ്ങനെ വർദ്ധിക്കാനുണ്ടായത്. അപ്പോൾ ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഈ ഒരു പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിറ്റിൻ്റെ ഇന്ത്യ ആക്ട് വരുന്നത്. 1784 പിറ്റിൻ്റെ ഇന്ത്യ ആക്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ മലയാളമാണ് ക്രമീകരണ നിയമം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നിയമം വന്നതോടുകൂടി എന്തായി, ഈ ഒരു കമ്പനിയുടെ ഭരണം ഇല്ലാതാവുകയും ഭരണം യഥാർത്ഥത്തിൽ എന്തായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായി. ഇപ്പോൾ ശരിക്ക് പൂർണ്ണ ഭരണം ആരുടെ കയ്യിലാണ്, ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. പിന്നെ മാത്രമല്ല, ഈ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബോർഡ് ഓഫ് കൺട്രോൾ എന്നുള്ള ഒരു 6 അംഗ കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. അതായത് ഈ ഭരണമൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു 6 അംഗ കമ്മീഷനാണ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നിയമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ടായി. അതായത് പണ്ട് ഗവർണർ എന്ന് മാത്രമുള്ള ഒരു പദവിയായിരുന്നു. പക്ഷേ ഈ സമയത്ത് എന്തായി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളൊരു പദവി ഉയർന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു പദവി ഉയർന്നു വന്നതോടുകൂടി ബംഗാളായി ടോപ്പ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ ഈ ഒരു ബംഗാൾ എന്തായി ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു ടോപ്പ് ഇതായി മാറി. എന്തുകൊണ്ടാണ് ബംഗാൾ ടോപ്പ് ആയത് എന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു ബംഗാൾ ടോപ്പ് ആയതോടുകൂടി ഈ മറ്റുള്ള പ്രസിഡൻസികളുണ്ടല്ലോ, അതായത് മദ്രാസ്, അതുപോലെ തന്നെ ബോംബെ, അങ്ങനെ പ്രസിഡൻസികളുണ്ടല്ലോ. അപ്പോൾ ഈ പ്രസിഡൻസികളൊക്കെ എന്തായി ഈ ഒരു ബംഗാളിൻ്റെ കീഴിലായി വന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഇങ്ങനെ ബംഗാളിലിരുന്ന് ഭരിക്കും. എന്നിട്ട് എന്താവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കും ഈ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പിറ്റിൻ്റെ ഇന്ത്യ ആക്ടിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടപ്പായി. പിന്നെ വന്നതാണ് ചാർട്ടർ ആക്ട്. അതായത് 1813 1833 2 ചാർട്ടർ ആക്ട് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ചാർട്ടർ ആക്ട് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ വ്യാപാരങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഈ കമ്പനിക്ക് എന്തുണ്ടായിരുന്നു, കുറേ വ്യാപാര കുത്തകളുണ്ടായിരുന്നു. ഇവിടുത്തെ വ്യാപാരങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് കമ്പനിയായിരുന്നു. അപ്പോൾ ഈ കമ്പനിയുടെ വ്യാപാരം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് 1813 ചാർട്ടർ ആക്ട് വന്നത്. അപ്പോൾ ഈ ഒരു 1813 ചാർട്ടർ ആക്ട് വന്നപ്പോഴും
കമ്പനിയുടെ പൂർണ്ണ വ്യാപാരം ഇല്ലാതായിട്ടില്ല. അതായത് കമ്പനി തേയില വ്യാപാരം അതുപോലെ തന്നെ ചൈനയുള്ള വ്യാപാരം ഇതൊക്കെ കമ്പനി തുടർന്നു വന്നു. അപ്പോൾ ഇതും കൂടി നിയന്ത്രിക്കണം എന്നുള്ള രീതിയിലാണ് 1833 എന്നുള്ള ആ ഒരു ചാർട്ടർ ആക്ട് വരുന്നത്. അപ്പോൾ ഇതോടുകൂടി മൊത്തത്തിലുള്ള വ്യാപാരം എന്തായി, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. കമ്പനിയുടെ ഈ ഒരു വ്യാപാരം തന്നെ അവിടെ ഇല്ലാതാവണം. അപ്പോൾ ശരിക്കും ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട്, അതുപോലെ തന്നെ പിറ്റ്സിൻ്റെ ഇന്ത്യ ആക്ട്, അതുപോലെ തന്നെ ചാർട്ടർ ആക്ട് ഇതൊക്കെ വന്നത് കമ്പനിയെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു 3 നിയമങ്ങൾ വന്നത് മുതലാണ് പിന്നീട് ഈ ഒരു ബ്രിട്ടൻ്റെ ഒരു ആധിപത്യം, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണം ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ഇത്ര ഡീപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല, സിമ്പിളാണ്. ഓരോ നിയമവും ഒരു 2 മാർക്കിനൊക്കെ വെച്ച് ചോദിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.